ഹായ് എവ്രി വൺ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നു. അപ്പം ഇന്നത്തെ വ്ളോഗ് പറയുന്നത് വളരെ കാഷ്വൽ ആയിട്ടുള്ളൊരു വ്ളോഗാണ്. ലൈക്ക് എൻ്റെ യൂഷ്വൽ ഉള്ളത് ഞാൻ യൂഷ്വലി എടുക്കൽ ട്രാവൽ വ്ളോഗ്സ് അല്ലെങ്കിൽ ലക്സംബർഗിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും വ്ളോഗ്സ് ആണ് യൂഷ്വലി ഇടൽ. അപ്പം ഇന്നത്തെ വ്ളോഗ് വളരെ കാഷ്വൽ ആയിട്ടുള്ളൊരു വ്ളോഗാണ്. ഇവിടെ ഇപ്പം വിൻ്ററാണ്. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ വെച്ച് ഭയങ്കര അടിപൊളിയായിരിക്കും വിൻ്റർ, ഫുൾ സ്നോയിൽ കളിക്കുക, അതൊക്കെയായിരുന്നു എൻ്റെ ഒരു ഇത്. പക്ഷേ ഇവിടെ വന്നപ്പം എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം ആകെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇവിടെ സ്നോ ഉണ്ടായിട്ടുള്ളൂ. ആൻഡ് സത്യം പറയാലോ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഈ തണുപ്പിൽ ഈ വിൻ്ററിൽ നിൽക്കുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു ഡിസംബർ വരെ വലിയ കുഴപ്പമില്ല, ബിക്കോസ് ക്രിസ്മസ് സെലിബ്രേഷൻ, ക്രിസ്മസ് മാർക്കറ്റ് പോവുക, എല്ലാവരായിട്ട് ഗെറ്റ് ടുഗെദറും ഭയങ്കര അടിപൊളിയൊക്കെ ആയിരുന്നു. ബട്ട് ആഫ്റ്റർ ജാൻവരി ആൻഡ് ഫെബ്രുവരി എന്താ പറയുക, നമ്മൾ പുറത്ത് നോക്കിയാൽ ഫുൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അന്തരീക്ഷം. എപ്പോഴും നോക്കിയാലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പിന്നെ 4 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ സൺസെറ്റ് ആവും, പിന്നെ ഫുൾ ഇരുട്ടാവും. ഒരു ഭയങ്കര ഒരു നമ്മുടെ ലൈഫിലൊരു കളർലെസ് ആയിട്ടുള്ളൊരു ലൈഫാന്നൊക്കെ നമുക്ക് തോന്നും. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് പലർക്കും ഈ ഒരു ടൈമിൽ ഇവിടെ സീസണലായിട്ടുള്ള ഡിപ്രഷൻ, ആങ്സൈറ്റി ഒക്കെ വരുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഈവൻ എനിക്ക് തന്നെ പേഴ്സണലി ഐ വാസ് ഫീലിംഗ് വെരി ലോ, ബിക്കോസ് പുറത്ത് നോക്കിയാൽ വെറും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ഇത്. പിന്നെ അധികം പുറത്തൊന്നും ആൾക്കാരുണ്ടാവില്ല. ഈവൻ നമുക്കധികം പുറത്തേക്ക് പോവാനും പറ്റൂല, ബിക്കോസ് ഭയങ്കര തണുപ്പായിരിക്കും. അപ്പം വിചാരിച്ച പോലെയല്ല വിൻ്ററും. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് സൂര്യൻ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ കുറച്ച് വരുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഇവിടെ ടൈം ഒരു 7 o'clock ആയി. അപ്പം ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പം നിങ്ങളും എൻ്റെ കൂടെ പോര്. വിൻ്റർ ആയ മുതൽ ഞാൻ രാവിലെ തന്നെ കഴിക്കുക ഉലുവേൻ്റെ വെള്ളം ചൂടാക്കിയത് ഞാൻ കുടിക്കും. പിന്നെ അന്നേ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും പീനട്ട് ബട്ടറും എഗ്ഗും ബ്ലൂബെറീസാണ്. അപ്പം ഇതായിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അടുത്ത എൻ്റെ ഒരു ടാസ്ക് പറഞ്ഞാൽ ലക്സംബർഗിഷ് പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ ആക്ച്വലി ലാസ്റ്റ് ഇയർ A1 കഴിഞ്ഞതാണ്. അതിനുശേഷം ഞാൻ അതേപോലെ ബുക്ക് പൂട്ടി വെച്ചും ഞാൻ പിന്നെ തൊട്ടിട്ടില്ല. പക്ഷേ ഈ ഒരു വർഷം ഐ തോട്ട് ഓഫ് ടേക്കിംഗ് ആൻ എഫേർട്ട് ടു ലേൺ ലക്സംബർഗിഷ്. എങ്ങനെയെങ്കിലും A2 വരെ, ലൈക്ക് A2 ലെവൽ വരെ എത്തിക്കണം എന്നുള്ളൊരു ഒരു ഇതിലാണ് ഞാൻ ഇതാക്കുന്നത്. അപ്പം ഞാനിപ്പം ഐ മേക്ക് എ പോയിന്റ് ലൈക്ക് എവറി ഡേ ഒരു 1 hour ഐ സ്പെൻഡ് ടു ലേൺ ലക്സംബർഗിഷ്. ബിക്കോസ് എനിക്കിപ്പം ഭയങ്കര ഒരു നെസസിറ്റി ആയിട്ട് വരികയാണ്. എന്താ വെച്ചാൽ ലക്സംബർഗ് പറയുന്നത് ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി അല്ല. ലൈക്ക് നമ്മളെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാവരും ഒന്നുകിൽ ലക്സംബർഗിഷ് ആണ് സംസാരിക്കുക, അല്ലെങ്കിൽ ഫ്രഞ്ച്, അല്ലെങ്കിൽ ജർമ്മൻ. ഇതാണ് പൊതുവേ എല്ലാവരും ഇവിടെ സംസാരിക്കുന്നത്. അപ്പം ഇംഗ്ലീഷ് ഇവിടെ വളരെ കുറച്ച് പേർക്ക് അറിയുള്ളൂ. ഈവൻ ചിലർ അറിഞ്ഞാൽ പോലും അധികം സംസാരിക്കാറില്ല. അപ്പം ഇറ്റ്സ് റിയലി ഡിഫിക്കൾട്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ലാംഗ്വേജ് ഇസ് ഭയങ്കര മാൻഡറ്ററി ആയി വരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഐ ടേക്ക് എ പോയിന്റ്, ലൈക്ക് ഒരു എഫേർട്ട് എടുക്കുകയാണ് ടു സ്റ്റഡി. അപ്പം 1 hour ഞാൻ എന്തായാലും എങ്ങനെയെങ്കിലും ഇപ്പം ഡെയിലി കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ഞാൻ നോക്കാറുണ്ട്. എനിക്കൊന്ന് A2 കഴിഞ്ഞിട്ട് വേണം ഇനി ഫ്രഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പം അങ്ങനെയൊക്കെയാണ്. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കോളേജിൽ ആക്ച്വലി ഫ്രഞ്ച് ആയിരുന്നു എൻ്റെ ലാംഗ്വേജ് ആയിട്ട് എടുത്തത്. അന്ന് ഞാൻ ക്ലാസ്സിൽ കയറാറിയില്ല, ഞാൻ ഫുൾ ബങ്ക് ചെയ്ത് നടക്കലായിരുന്നു. ഞാനാണ് ഇപ്പോൾ ഈ തണുപ്പത്തിലിരുന്നിട്ട് ഈ ലാംഗ്വേജൊക്കെ ഇരുന്ന് പഠിക്കുന്നത്, കർമാസ് എ ബിച്ച്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാനിപ്പോൾ ലക്സംബർഗിഷ് ഒരു 1 hour പഠിക്കും. അങ്ങനെ 1 hour എങ്ങനെയൊക്കെയോ കുറച്ച് പഠിച്ചു. സത്യം പറയാമല്ലോ, പഠിച്ചിട്ട് തലയിട്ട് ഒളുന്നെന്തോ പുകയൊക്കെ പോകുന്ന അവസ്ഥയാണ്. ബിക്കോസ് വേറൊരു ലാംഗ്വേജ് ആണല്ലോ, അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും.
അപ്പം ഒന്ന് റിലാക്സ് ചെയ്യാൻ എനിക്ക് എന്തായാലും ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ പോകാണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ. അപ്പം ഞാൻ ഇവിടുത്തെ ഗ്രോസറി ഷോപ്പൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആസ് വെൽ ആസ് എനിക്കൊരു ഫാർമസിയിലും പോകാനുണ്ട്, എനിക്കൊരു മെഡിസിൻ വാങ്ങാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫാർമസി എങ്ങനെയാണെന്നും എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഇതാണ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഫാർമസി. അപ്പം ഇവിടെ പോയിട്ട് നമ്മൾ ആദ്യം ടോക്കൺ എടുക്കണം. എന്നിട്ട് പ്രിസ്ക്രിപ്ഷൻ ഉള്ളതാണെങ്കിൽ അത് സെലക്ട് ചെയ്യണം. എന്നിട്ട് അത് വെച്ച് വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മളെ നമ്പർ വിളിക്കുമ്പം നമുക്ക് നമ്മൾ പ്രിസ്ക്രൈബിലുള്ള കാണിച്ചിട്ട് മെഡിസിൻസ് വാങ്ങിക്കാം. സൂപ്പർ മാർക്കറ്റ് പോകാനായപ്പോഴത്തേക്ക് ഇവിടെ മഴ പെയ്യാൻ തുടങ്ങി. ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെയാണ്. പെട്ടെന്ന് ചിലപ്പോൾ മഴ പെയ്യാൻ തുടങ്ങും, പെട്ടെന്ന് സ്നോ ഉണ്ടാവും, പെട്ടെന്ന് ഹെയിൽ സ്റ്റോം ഉണ്ടാവും. അങ്ങനത്തെ ഓരോ ക്ലൈമറ്റാണ് ഇവിടെ. അപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് ലിഡിലാണ്. അപ്പോൾ ഞാൻ ലിഡിൽ നിന്നാണ് അധികം ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങാറുള്ളത്. പിന്നെ ഇന്ത്യൻ സാധനങ്ങൾ മാത്രം ഞാൻ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് പോയി വാങ്ങും. അത് കുറച്ച് വീട്ടിൽ നിന്ന് അടുത്തത് കുറച്ച് ദൂരെയാണ്. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ലിഡിൽ സൂപ്പർ മാർക്കറ്റിലേക്കാണ്. ഇപ്പം നല്ല മഴയാണ്, നല്ല കാറ്റുമുണ്ട്. ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ ട്രോളി എടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കോയിൻ ഇടണം. €1 50 എന്തെങ്കിലും ഒരു കോയിൻ ഇട്ടാലേ നമുക്ക് ഈ ട്രോളി കിട്ടുള്ളൂ. ആൻഡ് ഈ ട്രോളി തിരിച്ച് വെക്കുമ്പോൾ നമുക്ക് ആ കോയിന് തിരിച്ച് കിട്ടുകയും ചെയ്യും. ഇവിടെ ഇപ്പോഴേ സൂപ്പർ മാർക്കറ്റിലെല്ലാം ഈസ്റ്ററിന് റിലേറ്റഡ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ്, അതിനുള്ള ഡെക്കറേഷൻസും ഒക്കെ ഇപ്പോഴേ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴേ പ്രൊമോഷന് വേണ്ടിയിട്ട് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഞാൻ തിരിച്ച് ട്രോളി വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ വരെ നമ്മളെ കോയിന് നമുക്ക് തിരിച്ച് കിട്ടും. നെക്സ്റ്റ് ഞാൻ പോയത് ഗ്രാൻഡ് ഫ്രൈസ് പറഞ്ഞ സൂപ്പർ മാർക്കറ്റാണ്. ഇവിടുന്നാണ് ഞങ്ങൾ നേന്ത്രപ്പഴം വാങ്ങൽ. യൂഷ്വലി ഇവിടുന്ന് വാങ്ങും, അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങൽ. ഇന്ത്യൻ സ്റ്റോർ ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെ ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്നാണ് അധികം വാങ്ങൽ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ചക്ക കണ്ട്. ചക്കക്ക് ഇവിടെ €6 വെച്ചുണ്ട്. പിന്നെ അതേമാതിരി വാഴേൻ്റെ ഇല €8 വെച്ചാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ വീട്ടിൽ വന്നു, എൻ്റെ ലഞ്ച് കഴിച്ചു. ഇതായിരുന്നു എൻ്റെ ലഞ്ച്. കീൻവിയും ചിക്കൻ പൊരിച്ചതും മീൻകറിയായിരുന്നു എൻ്റെ ഇന്നത്തെ ലഞ്ച്. ഞാൻ ഇപ്പോൾ ഒരു ഗാലന്റൈൻസ് ഡേ പാർട്ടിക്ക് പോവാണ്. ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ ആണ് ഈ ഒരു ഇതിനെപ്പറ്റി അറിഞ്ഞത്. സത്യം പറഞ്ഞാൽ ഒരാളെ അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഐ എം ബിറ്റ് എക്സൈറ്റഡ്. എനിക്ക് ഇവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇൻ കേസ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഐ എം ബിറ്റ് എക്സൈറ്റഡ്. ഞാൻ പോയിട്ട് പറഞ്ഞുതരാം എങ്ങനെ ഉണ്ട്. സോ എൻ്റെ ഗാലന്റൈൻസ് ഡേ പാർട്ടി കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരാളെ അറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈം അവരെല്ലാവരും കാണുന്നത്. പക്ഷെ അടിപൊളിയായിരുന്നു. ഇറ്റ് വാസ് നൈസ് ടു മീറ്റ് കുറേ ലവ്ലി ലേഡീസ്. നല്ല അടിപൊളി ഗാലന്റൈൻസ് ഡേ പാർട്ടി തന്നെയായിരുന്നു. യൂഷ്വലി നമ്മളിപ്പം ഇന്ത്യൻ സ്റ്റോറിലൊക്കെയാണ് ഇവിടെ ഗീ അവൈലബിൾ. അപ്പം അത്യാവശ്യം നല്ല റേറ്റുമാണ് ഗീന്. അപ്പം യൂഷ്വലി ഞങ്ങൾ എന്താ ചെയ്യൽ വെച്ചാൽ ബട്ടർ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ ഗീ പ്രിപ്പയർ ചെയ്യലാണ് ചെയ്യൽ. അപ്പം അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ഒരു 4 സ്ലാബ് ഓഫ് അൺസോൾട്ടഡ് ബട്ടർ ഇടാം. ഇവിടെ ബട്ടറിന് എനിക്ക് തോന്നുന്നു ഒരു നിയർലി €1.50 അങ്ങനെ എന്തോ വരുന്നുള്ളൂ. അപ്പം ഈ ബട്ടർ ഇട്ടിട്ട് നല്ലോണം മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അധികം നമ്മൾ ഇളക്കാൻ നിൽക്കരുത്. നല്ലോണം അങ്ങനെ ബബിൾസ് വരുന്ന മാതിരി അങ്ങനെ ആ ഒരു പരുവം ആക്കി എടുക്കാൻ നോക്കാം. എന്നിട്ട് ഇതിലേക്ക് യോഗട്ട് ചേർത്ത് കൊടുക്കുക. അതൊരു 1.5 ടേബിൾ സ്പൂണോളം യോഗട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ യോഗട്ട് ഇടുന്നത് ഇതിൻ്റെ ഒരു നല്ലൊരു മണവും ഒരു നല്ല ഫ്ലേവറും വരാൻ വേണ്ടിയിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്.
എന്നിട്ട് പിന്നെയും കുറച്ച് നേരം നല്ലോണം തിളപ്പിച്ചെടുക്കുക. കുറച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ തെളിഞ്ഞ് വരും. ഈ വൈറ്റ് പാട പോലത്തെ ഇത് പോയിട്ട് ഇങ്ങനെ നല്ലോണം തെളിഞ്ഞ് വരുന്ന സമയമാവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഈ സോപ്പിൻ്റെ ബബിൾസ് പോലെ വരുമ്പം ഇത് തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് വേറെ അരിപ്പ വെച്ചിട്ട് നമ്മൾ നല്ലൊരു ഗ്ലാസിൻ്റെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇങ്ങനെയാണ് ഞങ്ങൾ യൂഷ്വലി ഇവിടെ ഗീ പ്രിപ്പയർ ചെയ്യൽ. ഇത്രയും നെയ്യിന് ഒരു ഏകദേശം ഇവിടെ ഒരു 30 to 40 യൂറോയെങ്കിലും വരാം. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. സോ അതൊക്കെയുള്ളൂ ഇന്നത്തെ ഈ ഒരു കാഷ്വൽ ആയിട്ടുള്ളൊരു വ്ളോഗിൽ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ ബൈ, ഹാവ് ഫൺ.